ഒരു ഫാമിലി ഡ്രാമ ഗണത്തിൽ വരുന്ന ചിത്രമാണ് മോഹൻലാലിന്റെ തുടരും എന്ന ചിത്രം. അതിന് ഇമോഷണൽ ഡെപ്ത് വളരെ കൂടുതലാണ് എന്ന് പറയുന്ന തരൺമൂർത്തിയുടെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിത്രത്തിലെ ചില സീനുകൾ വായിക്കുമ്പോൾ നെഞ്ചിലൊരു ഭാരം തോന്നുമെന്നാണ് തരൺമൂർത്തി പറയുന്നത്. മോഹൻലാലിന്റെ 2 സീക്വൻസുകൾ കട്ട് ചെയ്യേണ്ടി വന്നുവെന്നും സംവിധായകൻ ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. ഒരു 7ാമത്തെയോ 8ാമത്തെയോ ഒക്കെ ഡ്രാഫ്റ്റ് എത്തുമ്പോഴാണ് നമുക്കൊരു കോൺഫിഡന്റ് വരുന്നത് ഈ സിനിമ ചെയ്യണമെന്നുള്ളത്. ഓപ്പറേഷൻ ജാവ അല്ലെങ്കിൽ പോലും നിർമ്മാതാവിനെ കാണാൻ പോകുന്നതിന് മുമ്പ് ഒരുപാട് ഞാൻ റീവർക്ക് ചെയ്തിരുന്നു. അന്ന് മൂഡ് അനുസരിച്ച് മാറ്റി എഴുതും. അസിസ്റ്റൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ തന്നെയായിരുന്നു അന്ന് ചെയ്തുകൊണ്ട് ഇരുന്നത്. അങ്ങനെ വർക്ക് ചെയ്ത് 7ാമത്തെയോ 8ാമത്തെയോ ഡ്രാഫ്റ്റ് എത്തിയപ്പോഴാണ് അതിൽ സിനിമയുണ്ടെന്ന് മനസ്സിലായത്. അതിനിടയിൽ നമ്മൾ 2 or 3 പേർക്ക് ഇത് വായിക്കാൻ ഒക്കെ കൊടുത്തിട്ട് അവരിൽ നിന്നും ഫീഡ്ബാക്ക് ഒക്കെ എടുക്കും. എല്ലാ സിനിമകളും അങ്ങനെയൊക്കെ തന്നെയാണ്. ആ സമയം ആകുമ്പോൾ നമുക്ക് ചില സൂചനകളൊക്കെ കിട്ടിത്തുടങ്ങും. ചിലപ്പോൾ സ്വപ്നത്തിൽ ഒക്കെ ആയിരിക്കും അത് തോന്നുക, അല്ലെങ്കിൽ അത് ചെയ്യാൻ ഒരു കൊതി തോന്നും. ഏറ്റവും ബെസ്റ്റ് എത്തിയാൽ ചിലപ്പോൾ പനിയൊക്കെ വരും. നമ്മുടെ ശരീരം തയ്യാറെടുക്കുകയാണ് എന്ന തോന്നൽ വരും. ഓപ്പറേഷൻ ജാവ ഭാര്യ വെറുതെ വായിച്ചു എന്നേ ഉള്ളൂ. സൗദി വെള്ളക്ക വായിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞിരുന്നു, എന്നെ പെപ്പെ എന്നാണ് ഭാര്യ വിളിക്കുന്നത്. ഈ സിനിമ പെപ്പയുടെ ലൈഫിൽ കരിയറിൽ ഉണ്ടാവണം. ആ വാശി അവൾ തന്നതിന്റെ പുറത്താണ് ഞാൻ അത് തുടങ്ങിയത്. ഒരു ദിവസം രാത്രിയിൽ ഈ കഥ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു സൂചനയായിരുന്നു. അതേ ഫീലിൽ എടുത്താൽ ഒരുപാട് ആളുകളുടെ കണ്ണ് നിറയുന്ന സിനിമയാണ് അതെന്ന് എനിക്ക് തോന്നി. തുടരും എന്ന ചിത്രവും ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ വായിച്ചു നോക്കാൻ പറഞ്ഞിരുന്നു. അത് വായിച്ചു നോക്കിയിട്ട് അവൾ പറഞ്ഞത് നെഞ്ചിന് ഭയങ്കര ഭാരം തോന്നുന്നു ചില സീനുകൾ എന്നായിരുന്നു. എഴുത്തിൽ ഉണ്ടായതുപോലെ എനിക്ക് മേക്കിങ്ങിലും ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ആ ഭാരം താനേ വരും. അത്തരത്തിൽ ഞാൻ ഒരുപാട് ഫീഡ്ബാക്കുകൾ എടുക്കാറുണ്ട്. അവരാണല്ലോ ആദ്യത്തെ ഓഡിയൻസ്. ഒരു 15 മിനിറ്റോളം അടുത്തുള്ള സീനുകൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ലാലേട്ടന്റെ നല്ല 2 പെർഫോമൻസ് സീക്വൻസുകൾ എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് അത്രയും വേണ്ട എന്ന് തോന്നിയതുകൊണ്ടാണ്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട സീനുകൾ ആയിരുന്നു അത്. ഇത് കേട്ടപ്പോൾ പ്രേക്ഷകരും ആകാംക്ഷയിലായി. തരൺമൂർത്തിയുടെ ഈ വാക്കുകൾ കേട്ട പ്രേക്ഷകർ പറയുന്നത് ഈ സിനിമ ഒരു സക്സസ് ആവുകയാണെങ്കിൽ ഈ ഡിലീറ്റഡ് സീനൊക്കെ പുറത്തുവിടണം എന്നാണ്. ഈ റിക്വസ്റ്റുകൾ പണ്ടും പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോൾ മോഹൻലാലിന്റെ പെർഫോമൻസ് കൂടിയാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു സീൻ എടുക്കുമ്പോൾ എനിക്ക് കട്ട് വിളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നതുകൂടി തരൺമൂർത്തി പറഞ്ഞത് വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. തുടരും സിനിമയിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സുനിലേട്ടൻ വളരെയധികം ഇമോഷണലായി എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഒരുപാട് കാലം ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവസാനം ഇത് കറക്റ്റായി ഒരു സ്ഥലത്തേക്ക് തന്നെ എത്തിയെന്ന് അത് പറഞ്ഞ് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. അതെനിക്ക് വളരെ ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. തുടരും സിനിമയിൽ റിലീസിന് ശേഷം മാത്രം പറയാൻ സാധിക്കുന്ന വലിയൊരു എലമെന്റ് ഉണ്ട് എനിക്ക്. ഞാനൊരു സീൻ എടുത്തുകൊണ്ടിരിക്കെ എനിക്ക് കട്ട് വിളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കും അറിയില്ല. അത് ലാലേട്ടന്റെ അഭിനയത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ബിനു പെട്ടെന്ന് എന്റെ കാലിൽ പിടിച്ചിട്ട് പറഞ്ഞു, നീ കട്ട് വിളിക്കല്ലേ, പെർഫോമൻസ് ആണ് അത് എന്ന്. അങ്ങനെ എത്രയോ മൊമെന്റ്സ് ഉണ്ടായിരുന്നു ഓരോ ദിവസവും. മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. 99 ദിവസങ്ങൾ അദ്ദേഹത്തെ വെച്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. എല്ലാ ദിവസവും ഞാൻ എന്റെ ടീമിനോട് പറയുമായിരുന്നു, ഇന്ന് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ആലോചിച്ച് ഉറങ്ങാൻ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകുമെന്ന്. തിരക്കഥ കേട്ടപ്പോൾ തന്നെ ലാലേട്ടൻ ചോദിച്ചത്, നമ്മൾ ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ടല്ലേ, സാധാരണക്കാരുടെ ജീവിതം പോലെ എടുക്കുകയല്ലേ എന്നാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ചോദിച്ചിട്ടില്ല. അതിൽ ചക്ക വെട്ടുന്ന ഒരു സീനുണ്ട്. അത് എങ്ങനെയാണെന്നൊന്നും ലാലേട്ടൻ ചോദിച്ചിട്ടില്ല. ആര് പറഞ്ഞു കൊടുത്തിട്ടാണ് എന്ന് എനിക്കറിയില്ല. ചുറ്റുപാടുമുള്ള ഒബ്സർവേഷൻ ആയിരിക്കും. അങ്ങനെയാണ് ഒരു നടൻ എന്നത്. അങ്ങനെ മോഹൻലാൽ എന്നൊരു വലിയ താരം, അദ്ദേഹത്തിന്റെ ചില ഗംഭീര പെർഫോമൻസ് ഈ ചിത്രത്തിൽ കാണാമെന്ന് തന്നെയാണ് തരൺമൂർത്തി പറഞ്ഞു വെക്കുന്നത്. ഡിലീറ്റ് ചെയ്തതും ഡിലീറ്റ് ചെയ്യാത്തതുമായ പല ഗംഭീര സീനുകൾ. അതുപോലെ തന്നെയാണ് ഈ ചിത്രത്തിന്റെ പേര് കൂടി വരുന്ന വിവരങ്ങൾ പറയുന്നത്. സിനിമയുടെ പേരിന് ഒരു യുണീക്നെസ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പേരാണ് പ്രേക്ഷകരുടെ ഉള്ളിൽ ആദ്യം പതിയേണ്ടത്. പേരില്ലാതെയാണ് ഞാൻ ഷൂട്ട് ആദ്യം തുടങ്ങിയത്. ഷൂട്ടിങ്ങിനിടയിലാണ് തുടരും എന്ന പേര് കിട്ടുന്നത്. ഈ സമയം സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അപ്പോഴാണ് മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴും സിനിമയുടെ ടൈറ്റിൽ പുറത്തുവിടാൻ ആരാധകർ പറയുന്നുണ്ട്. എന്റെ മനസ്സിലാണെങ്കിൽ തുടരുമെന്ന ടൈറ്റിലാണ് ഉള്ളത്. എങ്ങനെ ഞാൻ ആ ടൈറ്റിൽ പുറത്തുവിടും? അങ്ങനെ ആ പ്രശ്നങ്ങൾ അവസാനിക്കും വരെ കാത്തിരുന്നു എന്ന് തരൺമൂർത്തി പറയുന്നുണ്ട്. തുടരും എന്ന പേര് സിനിമയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഒരാളുടെ ലൈഫ് തുടരും എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് തുടരും എന്ന ടൈറ്റിൽ നൽകിയത്. ലാസ്റ്റ് ഷെഡ്യൂൾ ആയപ്പോൾ ആ പേര് വേണോ എന്ന സംശയത്തിലായി. അതുപോലെ ഈ സിനിമയ്ക്ക് വിന്റേജ് എന്നൊരു സജഷൻ വന്നിരുന്നു. അനാവശ്യമായ ഒരു വിന്റേജ് റെഫറൻസിന്റെ ആവശ്യമുണ്ടോ? മോഹൻലാൽ വിന്റേജിലേക്ക് തിരിച്ചു വരുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെയാകും. വിന്റേജ് മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവരാനല്ല ഈ സിനിമ ചെയ്തിരിക്കുന്നത്. വിന്റേജ് എന്ന പേരിൽ ഉറപ്പിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. വിന്റേജ് എന്ന പേര് ലാലേട്ടനോട് പറഞ്ഞപ്പോൾ എന്തിനാ മോനെ തുടരും എന്ന ഇത്രയും മനോഹരമായ വാക്ക് ഉള്ളപ്പോൾ മറ്റൊരു പേര്, എന്തുകൊണ്ടാണ് ആ പേരിൽ ഇതുവരെ ഒരു സിനിമ വന്നിട്ടില്ലാത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. തുടരും നല്ല പേരാണ്, അതിൽ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞപ്പോൾ ആ പേര് ഉറപ്പിക്കുകയായിരുന്നു എന്നും തരൺമൂർത്തി വ്യക്തമാക്കുന്നുണ്ട്.